താൻ ആരാധിക്കുന്ന ദൈവത്തെ കൊള്ളയടിച്ചില്ലേ, കുറച്ചുനാൾ അകത്ത് കിടക്ക്, അത്ര പെട്ടെന്നൊന്നും പുറത്തിറങ്ങണ്ട. ഈ നിരീക്ഷണം സുപ്രീം കോടതിയുടേതാണ്. നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവാണ് ജാമ്യഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ജാമ്യഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ദീപാങ്കർ മേത്ത അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹത്തോടൊപ്പം ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും ആ ബെഞ്ചിൽ ഉണ്ട്. കോടതിയുടെ ചോദ്യം വളരെ ആഴത്തിലുള്ള പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നു. ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട്. വെറും 3 മിനിറ്റ് കൊണ്ടാണ് ആ ഹർജിയിൽ കോടതി തീർപ്പുണ്ടാക്കുകയായിരുന്നില്ല. ആ ഹർജി എടുത്ത് നിഷ്കരണം ചുരുട്ടുകൂട്ടി വലിച്ചെറിയുന്നത് പോലെ അത് തള്ളുകയായിരുന്നു. ഈ വാസു കോടതിയിൽ പറഞ്ഞത് തനിക്ക് 75 വയസ്സുണ്ട്, പ്രായാധിക്യം, രോഗാവസ്ഥ, ഇതൊക്കെ പരിഗണിച്ച് ജാമ്യം നൽകണം എന്നായിരുന്നു. അപ്പോഴാണ് സുപ്രീം കോടതി ചോദിച്ചത്, എങ്ങനെ നിങ്ങൾക്ക് ജാമ്യം നൽകും? താൻ ആരാധിക്കുന്ന ദൈവത്തെയല്ലേ താൻ കൊള്ളയടിച്ചത്? അങ്ങനെ ഒരു ആൾക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടുക? തൽക്കാലം ഈ കേസിൽ സുപ്രീം കോടതി ഇടപെടുന്നില്ല. നിങ്ങൾക്ക് വിചാരണ കോടതിയെ സമീപിക്കാം. വിചാരണ കോടതി തന്നെ തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന്. ഇത്തരത്തിൽ താൻ സ്വയം ആരാധിക്കുന്ന ദൈവത്തെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു വ്യക്തിക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. മാത്രമല്ല, വെറും 3 മിനിറ്റ് കൊണ്ട് ആ ഹർജി തീർപ്പാക്കി. ആ ഹർജി ആദ്യം പിൻവലിക്കുന്നുണ്ടോ എന്ന് വാസുവിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചു. പിന്നീട് കോടതി തന്നെ തിരുത്തി, അത് വേണ്ട, ഞങ്ങൾ ഹർജി തള്ളുകയാണ്, നിങ്ങൾ വിചാരണ കോടതിയെ സമീപിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് നിഷ്കരുണം, യാതൊരു ദയയുമില്ലാതെ ആ ഹർജി തള്ളുകയായിരുന്നു. സുപ്രീം കോടതിയുടെ നടപടി 100% ശരിയാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അയ്യപ്പസ്വാമി സുപ്രീം കോടതിയിലൂടെ പ്രവർത്തിച്ചതാണ് എന്നും കരുതുന്നവരുടെ എണ്ണം കുറവല്ല. ഈ പറഞ്ഞതുപോലെ സ്വന്തം ദൈവത്തെപ്പോലും വെറുതെ വിടാതെ കൊള്ളയടിക്കുന്ന മനോഭാവമുള്ളവർ ജയിലിൽ തന്നെ കഴിയട്ടെ, അതാണ് അതിൻ്റെ ശരി. ഇവിടെ ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. വാസു അവിടെ പറഞ്ഞത്, ഞാൻ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്നു, എൻ്റെ അധികാര പരിധി വളരെ കുറവായിരുന്നു, എനിക്ക് കാര്യമായിട്ടൊന്നും അതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നില്ല, ഭരണസമിതിയുടെ തീരുമാനം ഞാൻ അനുസരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് ഈ എൻ വാസുവിൻ്റെ അഭിഭാഷകൻ അവിടെ വാദിച്ചത്. എന്നാൽ അതൊന്നും സുപ്രീം കോടതി മാനിച്ചില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനൊന്നും യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. ആ വാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി. വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തു. ഈ ആരോഗ്യസ്ഥിതിയും പ്രായവും ഒക്കെ പരിഗണിച്ച് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ എന്ന് കോടതി കരുതി കാണും. കാരണം ഈ പറയുന്നത് പോലെ സ്വയം ആരാധിക്കുന്ന, താൻ നേരിട്ട് ആരാധിക്കുന്ന ദൈവത്തെ തന്നെ കൊള്ളയടിക്കാൻ കാണിക്കുന്ന ആ ഒരു സാന്നിധ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ മനക്കരുത്തുണ്ടല്ലോ, അതിനെ അത്ര കുറച്ച് കാണാൻ കഴിയില്ല. അത് കോടതി കൃത്യമായിട്ട് കണ്ടു എന്നുള്ളിടത്താണ് ഈ കേസിൻ്റെ മെറിറ്റ്. അതുപോലെ തന്നെ 72 ദിവസമായി ജയിലിൽ കഴിയുകയാണ്, താൻ ജാമ്യത്തിന് അർഹനാണ്. ഇതൊക്കെയായിരുന്നു വാസുവിൻ്റെ വാദം. അതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാം. നേരത്തെ ഇതുപോലെ ഈ നമ്മുടെ KP ശങ്കരദാസിൻ്റെ മുൻകൂർ ജാമ്യഹർജി പരിഗണിച്ചപ്പോഴും കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. ഈ ദൈവത്തെ കൊള്ളയടിക്കുന്ന, ദൈവത്തെപ്പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന ഒരു നിരീക്ഷണമാണ് കോടതി അന്ന് നടത്തിയത്. അതുമാത്രമല്ല, അന്ന് ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഈ കോടതി നടപടികളിൽ വളരെ വ്യക്തതയുണ്ട്. കോടതികൾക്ക് കാര്യം പ്രഥമദൃഷ്ട്യാ മനസ്സിലാകുന്നു. വലിയ കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുകയാണ്, നിസ്സാരമല്ല. ഒരു വലിയ മാഫിയ തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. ഈ KP ശങ്കരദാസും എൻ വാസുവും
പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമൊക്കെ അതിലെ ചെറിയ കണ്ണികൾ മാത്രം. ഇതിനപ്പുറത്തേക്ക് മറ്റെവിടെയോ ഇരുന്ന് നിയന്ത്രിക്കുന്ന വലിയ ശക്തികൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട്. അവർ ഇപ്പോഴും സുരക്ഷിതരായി ഒളിവിൽ കഴിയുന്നു. അവരെ ഒന്ന് തൊടാൻ പോലും SITക്ക് സാധിച്ചിട്ടില്ല. SITയുടെ ഈ കഴിവില്ലായ്മയല്ലേ ഒരർത്ഥത്തിൽ കോടതിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കോടതി ഈ പറഞ്ഞതുപോലെ ജാമ്യം നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഹർജി തള്ളുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്ക് പുറകിലിരിക്കുന്ന മറ്റ് ഉന്നതരായ പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. അങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണം കൂടുതൽ സങ്കീർണവും ദുരൂഹവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ ജാമ്യം നൽകും? ബാക്കി പ്രതികൾ കൂടി പിടിയിലാകട്ടെ എന്നൊരർത്ഥം കൂടി അതിനകത്ത് ഇല്ലേ? അത് SIT അല്ലേ അവരെ പിടികൂടേണ്ടത്, തൊണ്ടി മുതൽ കണ്ടെടുക്കേണ്ടത്? തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല. ഉന്നതരായ മറ്റു പ്രതികൾ പിടിയിലായിട്ടില്ല. ഇതിൻ്റെ ആസൂത്രണം, ഇതിൻ്റെ ഗൂഢാലോചന ഒക്കെ എവിടെ, ആര്, എപ്പോൾ, എങ്ങനെ നടത്തി? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല SITയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ കേസിൻ്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ ഇവരാരും ജാമ്യത്തിന് അർഹരല്ല എന്ന കാര്യം തിരിച്ചറിയുന്നത്. കോടതി ഏറ്റവും കൃത്യമായ നിഗമനത്തിലെത്തിയിരിക്കുന്നു. ആർക്കും ജാമ്യത്തിന് അർഹതയില്ല. കാരണം ഇവർക്ക് പുറകിലിരുന്ന് ഇതിനെ നിയന്ത്രിക്കുന്ന വമ്പൻ സ്രാവുകൾ പിടിയിലാകാനുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് ബോധ്യപ്പെടാത്തത് എനിക്ക് തോന്നുന്നു SITക്കും ആ SITയെ നിയന്ത്രിക്കുന്ന കേരളത്തിലെ സർക്കാരിനുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഈ കേസ് നിരീക്ഷിച്ചു വരികയാണ്. ആ ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാൻ സുപ്രീം കോടതി ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോടതി അതുകൊണ്ടാണ് കീഴ്ക്കോടതിയിലേക്ക്, വിചാരണ കോടതിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ച് ഈ ഹർജി തള്ളിയത്. ഇതെല്ലാം ഈ കേസിൻ്റെ ദുരൂഹത വ്യക്തമാക്കുന്നു. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് SIT മറ്റ് നടപടികളിലേക്ക് കടക്കുമോ, മറ്റ് പ്രതികളെ എപ്പോൾ പിടികൂടും, ഇതൊക്കെയാണ്. ഈ പ്രതികളെല്ലാവരും പിടിയിലാകാതെ ഇവർക്കാർക്കും ജാമ്യം ലഭിക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. അയ്യപ്പ ഭക്തരെല്ലാവരും പ്രാർത്ഥിക്കുന്നതും അതാണ്. ഈ വമ്പൻ കൊള്ള, ഈ തീവെട്ടിക്കൊള്ള നടത്തിയ ആൾക്കാർ ഒന്നൊഴിയാതെ നിയമത്തിൻ്റെ മുന്നിലെത്തണം. അർഹിക്കുന്ന ശിക്ഷ, ഏറ്റവും യോഗ്യമായ ശിക്ഷ അവർക്ക് ലഭിക്കണം. അതാണ് അയ്യപ്പ ഭക്തരുടെ ആഗ്രഹം. അതിനായിട്ടാണ് അവർ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുന്നതും. അതൊക്കെ നടപ്പാകണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ അകത്ത് തന്നെ കിടക്കണം. ഇവർ പുറത്തു പോയാൽ ഈ കേസിനെ സ്വാധീനിക്കും, ഇത് ഇല്ലാതാക്കും, തെളിവുകൾ നശിപ്പിക്കും. അതുണ്ടാകരുത്. സുപ്രീം കോടതിയുടെ നിലപാട് വളരെ കൃത്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും സ്വയം താൻ ആരാധിക്കുന്ന ദൈവത്തെ പോലും വെറുതെ വിടാതെ കൊള്ളയടിച്ച മഹാന്മാർ ഒന്നൊഴിയാതെ ഇപ്പോൾ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. കള്ളന്മാർക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കുന്നില്ല. ഇതുവരെ കോടതികളുടെ ഭാഗത്തു നിന്ന് നീതി നടപ്പായിരിക്കുന്നു. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്നു. SIT ആണ് ഒരല്പം വൈകിപ്പിക്കുന്നത് എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിട്ടുണ്ട്. എങ്കിലും SITയുടെ അന്വേഷണത്തിൽ നമ്മളെല്ലാവരും തൃപ്തരാണ്. കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാകണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ അത് സംഭവിക്കും എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതാ എൻഫോഴ്സ്മെൻറ്റ് കൂടി ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു. ഈ SIT അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രതികളെ മുഴുവനും ED അവരുടെ കേസിലും പ്രതിയാക്കിയിട്ടുണ്ട്. ഒന്നൊഴിയാതെ എല്ലാവരെയും പ്രതിപട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട്ടുകള്ളന്മാർ, ഈ ദേവാലയ കൊള്ളക്കാർ, അമ്പലം വിഴുങ്ങികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. സുപ്രീം കോടതിക്ക് നമോവാകം.